സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ധനമന്ത്രി അവിടെ നിന്ന് ബജറ്റ് അവതരണത്തിലുള്ള ഒരുക്കങ്ങൾ അതുമായി ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇറങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. വാഹനം നമുക്ക് കാണാം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ രാവിലെയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ധനമന്ത്രി ഇറങ്ങുകയാണോ? സ്മിത, അല്പസമയത്തിനുള്ളിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് ഇറങ്ങും. 8:40 എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം സംസ്ഥാനം വലിയ തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ തർക്കമടക്കമുള്ള കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും, അതിലേതൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് പല ഫാക്ടേഴ്സ് ഈ ബജറ്റിന് മുന്നോടിയായിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനകീയമായ ഒരു ബജറ്റ് ആകുമോ, അതല്ല അതിനുമപ്പുറത്തേക്ക് കേരളത്തിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അത് തിരിച്ചറിഞ്ഞ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ബജറ്റ് ആകുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വലിയ ആകാംക്ഷ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും, അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഉയർത്തുമോ, അത് കുറച്ചെങ്കിലും ഉയർത്തുമോ, അതല്ലെങ്കിൽ വളരെ കുറച്ച് ഭാഗമെങ്കിലും അക്കാര്യത്തിൽ ആശ്വസിക്കാനുണ്ടാകുമോ എന്നുള്ള കാര്യമുണ്ട്. മാത്രവുമല്ല, വിവിധ പദ്ധതികൾക്ക് അനുവദിക്കുന്ന തുക സംബന്ധിച്ചിട്ടുള്ള കാര്യം, അതടക്കമുള്ള വിഷയങ്ങൾ. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാരണം. കേന്ദ്ര സഹായത്തിലടക്കം വലിയ തരത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലടക്കം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഏത് വിധത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതായിരിക്കും ബജറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നുക എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ചില കാര്യങ്ങളിലെങ്കിലും, ചില സർക്കാർ സേവനങ്ങൾക്കെങ്കിലും ഫീസ് വർദ്ധിപ്പിക്കുന്നത്, ഫീസ് ഏർപ്പെടുത്തുന്നതടക്കം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ആകാംക്ഷയോടുകൂടി കൗതുകത്തോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. മറ്റ് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്നാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിലേക്ക് പുറപ്പെടും. അദ്ദേഹത്തിന്റെ കയ്യിൽ രാവിലെ 7:30 ഗവൺമെന്റ് പ്രസ്സിലെ ജീവനക്കാരെത്തി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. ബജറ്റ് പകർപ്പ് കൈമാറിയിരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക, വിലക്കയറ്റം, നികുതി വരുമാനത്തിലെ ഇടിവ്, കാർഷിക മേഖലയിലെ പ്രതിസന്ധി, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ബജറ്റിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിലേറ്റവും ശ്രദ്ധേയം, എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രയാസങ്ങളെ മറികടക്കാനുള്ള ശ്രമം ബജറ്റിലുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്തുണ്ട്. അത് നമ്മുടെ പോരായ്മ മൂലമല്ല. AICC പ്രസിഡന്റ് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്ര സർക്കാർ നയങ്ങൾ